ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മഴയില്ലാത്തൊരു ദിവസം കേട്ടോ. കുറേ ദിവസം കൂടിയാണ് മഴയില്ലാതെ മുറ്റമൊക്കെ കാണുന്നത്. അപ്പോൾ തന്നെ ഒരു ഐശ്വര്യം വന്ന പോലെ ഉണ്ട് കേട്ടോ. കാശി രാവിലെ എണീറ്റത് എഴുതി പഠിക്കുന്നുണ്ടേ. അമ്മയാണെങ്കിൽ ഒരു ചെറിയ വെയിൽ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഴ കെട്ടിയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടിരിപ്പുണ്ട് കേട്ടോ. ഞാൻ വേഗം പോയി ചായ കുടിച്ചേ. പിന്നെ കാശിക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാശിക്ക് ബിരിയാണിയാണ് കൊടുത്തു വിടുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പോൾ ബിരിയാണിക്ക് ചിക്കനൊന്നുമില്ല, ജസ്റ്റ് റൈസും സോസും മാത്രം. അതാട്ടോ അവനിഷ്ടം. അപ്പോൾ അവൻ്റെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, യൂണിഫോം, പിന്നെ ലഞ്ച് എല്ലാം, വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ രാവിലെ അവന് ടി വി കാണും കേട്ടോ. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടാണ് പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടേ സ്കൂളിൽ പോവുള്ളൂ. രാവിലെ സ്കൂളില്ലാത്ത ദിവസം 9 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കണമല്ലോ. അത് ഇച്ചിരി പാടാട്ടോ. അപ്പം കഴിക്കാനാണെങ്കിൽ ഭയങ്കര മടിയാണ്. കുറച്ചൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ അവന് സ്കൂളുള്ള ദിവസം കിച്ചണിലിങ്ങനെ വന്ന് നോക്കും കേട്ടോ, ബിരിയാണി ആയോ റെഡി ആയോ എന്നൊക്കെ. എന്നിട്ട് അവൻ തന്നെ അത് അടച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ആ മുഖത്തെ സന്തോഷം കണ്ടോ ബിരിയാണി ആയപ്പോൾ. ചിക്കൻ എന്തായാലും വേണ്ട. ചിക്കൻ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കും എന്നല്ലാതെ സ്കൂളിൽ പോകുമ്പോൾ അവന് ചിക്കൻ കൊണ്ടുപോകില്ല കേട്ടോ. ബിരിയാണി റൈസും പിന്നെ സോസ് മാത്രം. ചോറ് കൊണ്ടുപോകൽ അങ്ങനെ കുറവാട്ടോ. ലഞ്ചിന് ഈ ബിരിയാണി തന്നെയാണ് അവൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനുള്ള ലഞ്ചൊക്കെ അവൻ തന്നെ അടച്ച് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കാനൊക്കെ. അപ്പം അങ്ങനെ വെക്കുവാണേ. എത്ര അടച്ചിട്ടും അങ്ങോട്ട് അടയുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിലൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ ലഞ്ച് ബോക്സ് ഇങ്ങനെ കെട്ടി വെച്ച് ഒരു സ്ഥലത്ത് സേഫാക്കി വെച്ചാലാട്ടോ അവനൊരു സമാധാനമാവുള്ളൂ. ഇനിയാണെങ്കിൽ ഫുഡ് കഴിപ്പിക്കുന്ന ടാസ്ക്, അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഓക്കാനമൊക്കെ വരുമല്ലോ പിള്ളേർക്ക് രാവിലെ കഴിക്കുമ്പോൾ. സാധാരണ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാറ്. ഇപ്പം അങ്കൻവാടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 10:30 ആകുമ്പോഴാണല്ലോ പോകുന്നത്. അപ്പം ആ സമയത്ത് കഴിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പം അങ്ങനെ നേരത്തെ ഫുഡ് കഴിക്കലൊക്കെ വളരെ കുറവാട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലായാലും ഒരു 10 മണിയൊക്കെ ആവാതെ അവന് ഫുഡ് കഴിക്കില്ല കേട്ടോ. രാവിലെ പാൽ കുടിക്കും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ഫുഡൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ അമ്മേനെ കൊണ്ട് അവനെല്ലാം കെട്ടിയൊക്കെ സേഫാക്കി വെപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ പ്രധാന പ്രശ്നം സ്കൂളിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബുധനാഴ്ച ഒരു യൂണിഫോം ഉണ്ട് കേട്ടോ, ഒരു പിങ്ക് പോലത്തെ. അതാണ് കാശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂണിഫോം. അതെന്നും അവന് ഇടണം. അപ്പോൾ അവന് തിങ്കളും ചൊവ്വയും വ്യാഴവും വെള്ളിയും വേറൊരു യൂണിഫോമാണല്ലോ, അത് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ബുധനാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ചിലപ്പോൾ മഴയായിരിക്കും. മഴയായതുകൊണ്ട് പഠിത്തം കാണില്ല, ചിലപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ ബുധനാഴ്ച അങ്ങനെ ഡ്രസ്സ് കുറേ നാളായിട്ട് ഇട്ടിട്ട്. അപ്പോൾ അവന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഒന്ന് ഈ യൂണിഫോം ഇടാനായിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിപ്പോൾ ആൾ ഹാപ്പിയാണേ. അപ്പോൾ അമ്മ എന്തോ പറഞ്ഞപ്പോൾ അമ്മേനെ അടിച്ചിട്ട് അവിടെ ചെന്ന് നിൽക്കും കേട്ടോ. അങ്ങനെയൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ടേ. പിന്നെ അനിയനാണെങ്കിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ട ഇട്ടുകൊണ്ടാണ് പോണത്. പിന്നെ ഒരു വലിയ മഴ പെയ്തു കേട്ടോ. അതിനുശേഷം നല്ല വെയിലായിരുന്നേ. പിന്നെ ആ അഴയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി. അഴയിലൊക്കെ കുറേ തുണി ഉണ്ടായിരുന്നു, ഒരു 5-6 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വിരിച്ചിടുവാണേ. കുറേ തുണി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ തുണി. പിന്നെ പുറകുവശത്ത് ഇങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പുതിയതായിട്ട് ഷീറ്റ് ഇട്ടതാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ തുണിയും കൊള്ളും. അപ്പം അങ്ങനെ അതില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടുപോയേനെ. ഇപ്പോൾ കണ്ടിന്യൂസ് മഴ പെയ്താലും നമുക്ക് ആ ഷീറ്റിൻ്റെ അവിടെ കൊണ്ട് തുണി വിരിക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ വീടിന് ചുറ്റും ഒക്കെ അഴയൊക്കെ കെട്ടിയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വെയിൽ വരുമ്പോൾ തന്നെ തുണിയിട്ടാൽ പിന്നെ അത്ര സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്താട്ടോ ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല കേട്ടോ. പിന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇന്ന് ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തുണി ഉണക്കാനാട്ടോ പോയത്. പിന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ മഴയാണെങ്കിൽ മഴ പെയ്യും, പിന്നെ വെയിൽ തെളിയും, പിന്നെയും മഴ പെയ്യും, പിന്നെയും വെയിൽ തെളിയും, ഈ ഒരു അവസ്ഥ കേട്ടോ. പിന്നെ ഇവിടെ കുറേ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയെടുത്തു കേട്ടോ. അതിനുശേഷം വീണ്ടും നല്ല മഴ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തുണിയൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെയും ഷീറ്റിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയിട്ടേ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് എനിക്കൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പുറത്തുനിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്, ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശിയൊക്കെ വന്നു. കാശിയൊക്കെ ടി വി കണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴും നല്ല മഴയാണ്. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ തെളിയും, അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കാശി കുറച്ച് നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഒരു 3:45 ആകുമ്പോഴത്തേക്കും അവൻ വരുവേ. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ചായ നിർബന്ധം കേട്ടോ. രാവിലെയും വേണം, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചായ എല്ലാവരും കുടിക്കും കേട്ടോ. അപ്പം ഒരു പാത്രത്തിലിങ്ങനെ വെക്കുള്ളേ. അപ്പോൾ എല്ലാവരും ആവശ്യക്കാരെടുത്ത് വന്ന് കുടിക്കും കേട്ടോ ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരത്തേക്ക് കാശിക്കുള്ള ചിക്കനൊക്കെ വറുക്കുന്നുണ്ട്. പിന്നെ ദോശയും ചിക്കനും ആയിരുന്നു കേട്ടോ വൈകുന്നേരം കഴിക്കാനായിട്ട്. ചിക്കൻ കറിയാട്ടോ. ചിക്കൻ ഫ്രൈ കാശിക്കുള്ളതായിരുന്നു. പിന്നെ കാശിയുടെ കുറച്ച് പെയിൻ്റ് അടിച്ചതൊക്കെ ആട്ടോ ഈ കാണുന്നത്. പിന്നെ കാശിക്ക് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ ഓടിയൊക്കെ നടക്കുന്നുണ്ടേ. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അവന് 2-3 ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. അതവന് കുറച്ച് വെള്ളം മേത്ത് പറ്റുമ്പോഴത്തേക്കും ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതാണേ, കുറച്ച് വെള്ളം പോലും എൻ്റെ മേത്ത് ഒന്നും പറ്റാൻ പാടില്ല കേട്ടോ. അന്നേരം തന്നെ അടുത്ത ഡ്രസ്സ് പോയിട്ടിടുവേ. പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതാട്ടോ ഈ കാണുന്നതൊക്കെ.
പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളറിങ്. പിന്നെ ഞാൻ രാത്രിയിലത്തേക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ മറന്നുപോയേ. പിന്നെ കുറച്ച് സേമിയ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കി, അങ്ങനെ പായസമൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ രാത്രിയിൽ വീഡിയോ എടുത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.